നമസ്കാരം. കോട്ടയത്ത് റാഗിങ്ങിൻ്റെ വലിയൊരു ഇഷ്യൂ നമ്മളെല്ലാവരും കണ്ടു കാണും. ഇത് കണ്ടിട്ട് ഞെട്ടാത്ത ഒരേ ഒരു വിഭാഗം കാണത്തുള്ളൂ, അത് മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരിക്കും. മെഡിക്കലിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഫോറിനിലൊക്കെ പോയി പഠിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുരിതമാണ്. നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പേഴ്സണലി പറയാം. ഞാൻ ചെന്ന് ഇറങ്ങി അന്ന് തൊട്ട് ഏകദേശം ഒരു 6 മാസത്തോളം നമുക്ക് റാഗിങ് ഉണ്ടായിരുന്നു. 6 മാസത്തോളം. ഈ കാണുന്ന കണക്ക് ഇത്ര ടോർച്ചർ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു 5 ഇരട്ടിയൊക്കെ ടോർച്ചറുണ്ട്. നേക്കഡായിട്ട് നിർത്താറുണ്ട്. ചിലപ്പോൾ വല്ല അലമാരയുടെ മുകളിൽ കയറേണ്ടി വരും. 1-2 ഓറഞ്ചൊക്കെ തിന്നേണ്ടി വരും ഒരേ സമയം. അങ്ങനെ പല രീതിയിൽ. പിന്നെ എംബോസിഷൻ രാത്രി മൊത്തം ഇരുന്ന് എഴുതിയിട്ടുണ്ട്. ഉറക്കമില്ലാത്ത നൈറ്റ്സ് ഉണ്ട്. പല രീതിയിലാണ് നമ്മൾ ടോർച്ചർ ചെയ്യുന്നത്. അപ്പം ഈ ടോർച്ചറിങ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒരു പുതിയൊരു കാര്യമല്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെച്ചാൽ മലയാളികൾ. ശരിക്കും ഞാൻ ആ ഒരു ഇൻസിഡൻസിന് ശേഷം കേരളത്തിൽ നിൽക്കാനോ മലയാളികളെ കാണാനോ പേടിയാണ്. കാരണം ഇവരെന്ത് ചെയ്യും എന്നൊരു ശരിക്കും ഒരു പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീനിയേഴ്സിന് അവിടെ നല്ല പിടിയായിരുന്നു. അപ്പം ഇൻസൈഡ് അക്കാഡമിക് സെക്ഷനിൽ എല്ലാം നല്ല പിടിയാണ്. അപ്പം നമുക്കൊന്നും പറയാനോ ഒന്നും പറ്റത്തില്ല. അപ്പം കംപ്ലൈൻറ്റ് കൊടുത്താലും നമുക്കെതിരെ ആക്ഷൻ വരത്തേ ഉള്ളൂ എന്നൊരു എന്താ പറയുക അവർ ചെയ്തു. പക്ഷെ നമ്മുടെ ജൂനിയർ സമയത്ത് 3-4 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തു. അവർക്ക് റാഗിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ അവരെ നല്ല രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട്. ആ ഒരു 3-4 പെൺകുട്ടികളുണ്ടായിരുന്നു. അവരോട് എനിക്ക് ഭയങ്കര ബഹുമാനമേ ഉള്ളൂ. ശരിക്കും ഞാൻ റാഗൊന്നും ചെയ്യാൻ പോയിട്ടില്ല. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 3-4 മാസത്തെ റാഗിങ് കഴിഞ്ഞാൽ പിന്നെ സീനിയേഴ്സായിട്ട് വലിയ കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. അത് ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ആദ്യത്തെ ഒരു 5-6 മാസത്തിൽ നല്ല പ്രശ്നമായിരിക്കും. അത് മെൻ്റലി ഫിസിക്കലി ഒക്കെ പ്രശ്നമാണ്. എൻ്റെ കഴുത്തൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരാൾ. പിന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡമ്പൽ വെച്ച് പ്രൈവറ്റ് പാർട്ടിൽ വെച്ചു എന്ന് പറയുന്ന കണക്ക് ഇടി കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ട്രെയിൻ കളിക്കാൻ പറയും. അങ്ങനെ പല രീതിയിലുള്ള ടോർച്ചറും കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ജസ്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ. ഇത് കാണുമ്പോൾ നമ്മുടെയൊക്കെ സമയത്ത് എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് അന്ന് സത്യം പറഞ്ഞാൽ പേടിയായതുകൊണ്ടാണ്. അന്നൊന്നും നമുക്ക്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ റാഗ് ചെയ്ത ആൾക്കാരുടെ വീടുകളിൽ വെച്ചാൽ അതിൽ 1-2 പേരെ നമുക്കറിയാം. പേഴ്സണലായിട്ട് നമ്മൾ ഈ പോണതിന് മുമ്പ് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഭയങ്കര റാഗ് ചെയ്തു, അത് ചെയ്തു, മറ്റേത്. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് പറയുന്ന റിപ്ലൈ എന്ന് പറയുന്നത്, ഞാൻ മിണ്ടാത്തതുകൊണ്ടാണ്, ഞാൻ ഒട്ടും മിണ്ടത്തില്ല, ആരുടെടുത്തും അധികം മിണ്ടത്തില്ല, അതുകൊണ്ടാണ് ചെയ്തതെന്ന്. സോ എല്ലാം അങ്ങ് വാരി കൂട്ടുക എന്നൊരു കൺസെപ്റ്റ് മാത്രമേ, എന്ത് തന്നെ കിട്ടിയാലും എല്ലാം വാങ്ങി കൂട്ടുക എന്നൊരു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ അങ്ങനെ ഒരുപാട് വാങ്ങിക്കൂട്ടി, ഇപ്പോഴും വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. സോ റാഗിങ് എനിക്ക് അന്നും ഫ്രണ്ട്സ് ഇല്ല, ഇന്നും ഫ്രണ്ട്സ് ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മാക്സിമം ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതിന് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനെയാണ്. ഈവൻ ഡൽഹിയിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് ഡേ ഓർത്തോയിൽ ജോയിൻ ചെയ്യുന്നതാണ്. അന്ന് OT ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു ട്രാൻസ്ഫറും ഉണ്ടായിരുന്നു. ഒരു പേഷ്യൻറ്റിനെ ഇവിടുന്ന് അന്ന് എനിക്ക് LNGPയിലോട്ടോ എവിടെയോ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ അതിനെ വിട്ടു. അപ്പോഴത്തേക്ക് ഞാൻ കൂടെയുള്ള കുറച്ച് ജയാദൻ ടീമുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതാണ്, എനിക്കായിരുന്നു ഒന്ന് ഏറ്റവും ലീസ്റ്റ് റാഗിങ് കിട്ടിയത്. കാരണം ഞാൻ ആരും അങ്ങനെ മിണ്ടുന്നില്ല. പക്ഷേ അത്യാവശ്യം എല്ലാ കാര്യവും ചെയ്യും. പക്ഷേ ആൾക്കാരോട് അധികം സംസാരവും കാര്യങ്ങളും എനിക്ക് ഭയങ്കര കുറവാണ്. സത്യമുള്ള കാര്യമാണ്. എനിക്കത്ര സംസാരിക്കാൻ താല്പര്യമില്ല. താല്പര്യമെന്നല്ല, മേ ബി എനിക്ക് പേടിയാണ്. ഈ മലയാളം കേരളീയൻസ് എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു പേടിയുണ്ട്. ഈ ലോകത്ത് എവിടെ പോയാലും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഏത് യൂണിവേഴ്സിറ്റി പോയാലും ഏറ്റവും കൂടുതൽ റാഗിങ് അനുഭവിക്കുന്നത് മലയാളീസ് ആയിരിക്കും. അത് കൊടുക്കുന്നത് മലയാളികളും. നമ്മൾ ഈ ഹൃദയം സിനിമയിൽ വിനീത് ശ്രീനിവാസൻ്റെയും നമ്മൾ മോഹൻലാലിൻ്റെയും മോഹൻ്റെ സിനിമയിൽ പറയുന്ന എക്സാക്ട്ലി സെയിം കാര്യമാണ്. അത് ഒരുപാട് പേര് എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. നമുക്ക് കിട്ടിയോണ്ട് മാത്രമല്ല പറയുന്നത്, പലരും ഈ കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്ന പലർക്കും ഉള്ള അനുഭവമാണ്. അവിടെ ഏറ്റവും കൂടുതൽ അവർക്ക് റാഗിങ് കിട്ടുന്നത് മലയാളികളുടെ എന്നാണ്. അപ്പം അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ ശരിക്കും നിർത്തേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന 100% ലിറ്ററസി ഉണ്ടെന്ന് പറഞ്ഞിട്ടും
പല സമയത്ത് നമ്മൾ ആ ഒരു ലെവൽ കാണിക്കാറില്ല, ആ സ്റ്റാൻഡേർഡ്, ആ ഒരു എന്താ പറയുക, ആ ഒരു മാനുഷിക പരിഗണന പല സമയത്ത് നമ്മൾ കാണിക്കാറില്ല. അതിൻ്റേതായ ഒരു പ്രശ്നമാണത്. ഇതിവിടെ മാത്രമല്ല, ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പിള്ളേരുടെ ഇടയിൽ ഭയങ്കരമായിട്ട് കഞ്ചാവ്, ഐ മീൻ ഡ്രഗ്സിൻ്റെ യൂസ് വല്ലാതെ വരുന്നുണ്ട്. ഞാൻ കൊല്ലത്ത് നിന്ന സമയത്ത് അവിടുത്തെ ഒരു മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഉത്സവത്തിൻ്റെ സൈഡിൽ ഞാൻ പോയ സമയത്ത് മനസ്സിലാക്കിയ കാര്യമാണ്. പിള്ളേരൊക്കെ പണ്ട് എൻ്റെ കുട്ടിക്കാലത്തും ഈ കുറച്ച് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള കുറേ കൂട്ടുകാർ കാണും. അപ്പോൾ അവരൊക്കെ അവരുമായിട്ടൊക്കെ വെള്ളം അടിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് വെള്ളമല്ല, പ്യുവർ വേറെ എന്തൊക്കെയോ കെമിക്കലാണ്. അതായത് നിൽക്കുന്ന നിപ്പ് കണ്ടാൽ അറിയാം. ഒരു നിന്ന് ആടുക അങ്ങനെയൊന്നുമില്ല, ഒറ്റ ഇരിപ്പിരുന്നിട്ടൊരു സ്റ്റെയറിംഗ് ആണ്, അല്ലെങ്കിൽ എന്തോ ഒരു നിഗൂഢമായ ഒരു ആലോചന കണക്ക് ഇങ്ങനെ ഒറ്റ ഇരിപ്പാണ്. അപ്പം ശരിക്കും ഈ മനസ്സിലാവുന്നില്ല, ഈ ഒരു കാലഘട്ടത്തിൻ്റെ പോക്കാണ് നമ്മളെ ഫ്രണ്ടിൽ കാണിക്കുന്നത്. ദിവസം നമ്മൾ 10 വരുന്ന ന്യൂസ് കേട്ടാൽ മനസ്സിലാവും എന്തൊക്കെയാണ് നടക്കുന്നത്. സ്വന്തം വീട്ടുകാരെ വരെ വെട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ അറിയാലോ, ഞാനായിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മാറി എല്ലാവരും ഒരാളെ സഹായിക്കുക. ഒരാൾ പുതിയൊരു സ്ഥലത്തേക്ക് എത്തിച്ചൊരു കോളേജിലോട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ പഴയ ഫ്രണ്ട്സ് ആയിരിക്കത്തില്ല, ഫാമിലി വിട്ട് വരുന്നതായിരിക്കും, പുതിയ ഒരു എൻവയോൺമെൻറ്റ്, പുതിയൊരു കാര്യം പഠിക്കണം. അപ്പോൾ ഇത്രയും പ്രഷറിൻ്റെ ഇടയിൽ ഈ റാഗിങ് എന്ന് പറയുന്നത് അതും ഒരു മനുഷ്യത്വരഹിതമായ കാര്യമാണ്. അങ്ങനെ റാഗിങ് ചെയ്യുകയാണെങ്കിൽ അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ നിന്ന് പുറത്താക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പേഴ്സണലി. കാരണം അത്രയ്ക്ക് മോശമുള്ള കാര്യമാണ് അതൊക്കെ. അത് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക എല്ലായിടത്തും. ഈ ഫസ്റ്റ് ഇയറിൽ റാഗിങ് കിട്ടുന്നവർ അടുത്ത വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2 ഇരട്ടി റാഗിങ് ചെയ്യും. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം തീരുമാനമെടുത്ത് റാഗിങ് ചെയ്യത്തുമില്ല, അങ്ങനെ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അനുവദിക്കത്തില്ല എന്നൊരു സ്വയം ഒരു എന്താ പറയുക, ആ ഒരു തീരുമാനവും കൂടെ എടുക്കുക എന്നൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അവസ്ഥയാണ് ശരിക്കും കേരളത്തിൻ്റെ. വേറൊരു സ്റ്റേറ്റിൽ ഇത്രയും നമുക്ക് കാണാൻ കഴിയത്തില്ല. ഈവൻ ഞാൻ പഠിക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് നോർത്ത് ഇന്ത്യൻ അവരുടെ നല്ല രീതിയിൽ റാഗ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു രീതിയിൽ അവർ പോകാറില്ല. അവർക്ക് കുറച്ചുകൂടി ഒരു മയം കാണും. പിന്നെയും അവർ കാണേണ്ടതാണ്, പിന്നെയും ഫ്രണ്ട്സ് ആവേണ്ടതാണ്, അവർ ജൂനിയർ ആണെന്നൊരു ബോധം അവർക്കുണ്ട് എന്നൊരു കൺസെപ്റ്റ്. സോ അത്രയേ ഉള്ളൂ. ഇത് കാണുമ്പോൾ ശരിക്കും ഭയങ്കര വിഷമം വരുന്നു. അന്ന് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻസ് ലൈഫായിരുന്നു. ഇന്ന് എനിക്കൊരു മോളുണ്ട്. അപ്പം അവരെ ഇങ്ങനെ ഏതെങ്കിലും കോളേജിൽ വിടുമ്പോൾ അവർക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വേദന അറിയുന്നത്. അപ്പം മാക്സിമം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈച്ച് അതർ ചെറിയൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയോടുകൂടി, ഈവൻ ഹെൽപ്പും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ പറയാം. ദാറ്റ്സ് ഇറ്റ്.